ഹായ് പ്യാര വെച്ച് വന്ന സാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, നമ്മുടെ ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പറൊക്കെ കിട്ടി. എല്ലാ മക്കളും അടിപൊളിയായിട്ട് നല്ല മാർക്കൊക്കെ നേടി എന്നുള്ള സന്ദേശമൊക്കെ അയച്ചിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനി നമ്മുടെ മുന്നിലുള്ളത് പബ്ലിക് പരീക്ഷയാണ്. ആ പരീക്ഷയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനി നമ്മൾ തയ്യാറാവേണ്ട പാഠഭാഗങ്ങൾ ഏതെല്ലാം, എന്താണ് ആ പാഠഭാഗത്തിലൂടെ പറയുന്നത് എന്ന് ഷോർട്ട് ആക്കിയിട്ടാണ് മാഷി വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ. ഒരു പുതുവർഷത്തിലാണ്. പുതിയ തീരുമാനങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. പുതിയ മാർക്കുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അതൊക്കെ വിലയിരുത്തി നമ്മൾ എന്ത് ചെയ്യാണ്, വീണ്ടും മുന്നോട്ട് പോവാണ്. എല്ലാ പൊന്നുമക്കൾക്കും ഈ അധ്യയന വർഷം അല്ലെങ്കിൽ ഈ ഒരു പുതുവർഷം നല്ല രീതിയിലുള്ളതാവട്ടെ എന്ന് ഞാൻ സാർ എന്ത് ചെയ്യാണ് ആദ്യം തന്നെ പറയുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇനി നമുക്ക് പോകാനുള്ള അവസാനമായിട്ട് പഠിക്കാനുള്ള പബ്ലിക് പരീക്ഷയ്ക്ക് അവശേഷിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 5ാമത്തെ യൂണിറ്റ് ആണ്. ഇതെല്ലാ മക്കൾക്കും അറിയാം. ഇക്കായി പാഞ്ച് അല്ലേ? അപ്പൊ നസാരെ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു യൂണിറ്റ് ആണത്. അപ്പൊ ആ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാഠഭാഗങ്ങളാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്ന് പറയുന്ന ഒരു ഡയറി. നമ്മളൊക്കെ നിത്യേന ഡയറി എഴുതുന്ന ആളുകളാണ്. ഒരു ദിവസം നമുക്കുണ്ടായ അനുഭവങ്ങൾ അന്നേ ദിവസം രാത്രി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കുറിച്ച് വെക്കാറുണ്ട്. ഇനി ആരെങ്കിലും കുറിച്ച് വെക്കാത്ത മക്കളുണ്ടെങ്കിൽ ഇടക്കൊക്കെ അതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ ചെയ്യേണ്ടത്. പിന്നെ ഹാത്തിയോങ്കി രഹ് ഗുസർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഘടനാ വർണ്ണനാണ്. ഈ 2 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ അധ്യയന വർഷം 7ാം ക്ലാസ്സിൽ നിങ്ങൾ ജയിച്ചപ്പോൾ ഓരോ യൂണിറ്റിലും 2 വീതം ചാപ്റ്റേഴ്സ് ആണ് അടങ്ങിയിട്ടുള്ളത്. അപ്പൊ 5 × 2 എന്ന് പറയുന്നത് നമുക്ക് 10 ആണ്. 10 ചാപ്റ്റേഴ്സ് ആണ് ഈ അധ്യയന വർഷം പഠിക്കാനുള്ളത്. അതിൽ നമ്മൾ എന്ത് ചെയ്തു, 4 × 2 അതായത് 4 യൂണിറ്റിൽ നിന്നും ഓരോ യൂണിറ്റിൽ 2 പാഠഭാഗങ്ങളോട് കൂടി 8 ചാപ്റ്റേഴ്സ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അവശേഷിക്കുന്ന 2 ചാപ്റ്റേഴ്സ് ആണ്. അതാണ് അനസാർ ഈ വീഡിയോയിലൂടെ എന്താണ് അതിലൂടെ പറയാൻ പോകുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം തന്നെയാണ് പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു ഡയറി. ആരത് എഴുതിയിട്ടുള്ളത്? ഇത് എഴുതിയ ആളെ നിങ്ങൾ നോക്കൂ, ജസിന്ത കെർഗേട്ടയാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പൊ നിങ്ങളോട് ഒരു പക്ഷേ ചോദിച്ചേക്കാം, പ്രേം കെ സിവ ഓർ കുച്ച് നഹി കിസ് വിധ കി രചന ഹേ എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് സെലക്ട് ചെയ്യുക? കിസ് വിധാക്കി, ഏത് വിധത്തിലുള്ള രചനയാണ്. അപ്പൊ നമുക്ക് പറയാം, എന്ത് പറയാം, രചന എന്ന് പറയുമ്പോൾ ഏത് വിധത്തിലുള്ള രചനയാണെന്ന് പറയുമ്പോൾ ഡയറി. അതൊന്നെങ്കിൽ കഥയാവാം, കഹാനി എന്ന് കാണാം, അല്ലെങ്കിൽ കവിതയാകാം, അല്ലെങ്കിൽ ലേഖാവാം, അല്ലെങ്കിൽ ലഘു വിവരണാവാം, അല്ലെങ്കിൽ ഡയറി ആവാം, അല്ലെങ്കിൽ ഘടനാവർണ്ണനാവാം. അപ്പൊ നമുക്ക് ഈ യൂണിറ്റിൽ പറയുന്ന ഈ ഒരു പാഠഭാഗം ഡയറിയാണ്. ഇനി അപ്പൊ അപ്പൊ നിങ്ങൾ ഓരോ യൂണിറ്റിലും ഓരോ പാഠഭാഗത്തിന്റെയും ഹെഡിങ്ങും അതിന്റെ മുകളിൽ ഇതേപോലെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും. ഡയറി ആണോ ലേഖനാണോ? അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓരോ മക്കളും എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അപ്പൊ നമുക്ക് പാഠഭാഗത്തിന്റെ പേരും അത് എന്താണ് സംഭവം, കഥയാണോ കവിതയാണോ ലേഖനാണോ ഡയറി ആണോ, അതും അതാരാണ് എഴുതിയതും എന്നുള്ള ഒരു ബന്ധം നമുക്ക് ടെക്സ്റ്റ് ബുക്കുമായി നമുക്ക് ഉണ്ടാവണം. അപ്പൊ എഴുതിയ ആളെ നമ്മൾ പറഞ്ഞു ജസിന്ത കെർഗേട്ടയാണ്. അപ്പൊ ഇവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അപ്പൊ കിസ് വിധാക്കി രചനാഹി എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം, ഡയറി പറയണം. ഇനി പ്രേം കെ സിവ ഓർ കുച്ച് നഹി കിസ് കി രചനാഹേ, ആരുടെ രചനയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇത് എഴുതിയ ആളാണ് പറയുന്നത്. ആരുടെ, കിസ്കി, ആരുടെ. അപ്പൊ നമ്മൾ ജസിന്ത കെർഗേട്ട എന്നുള്ള ഈ പേര് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. അപ്പൊ ഈ പാഠഭാഗം മക്കൾ മനസ്സിലായില്ലേ? അപ്പൊ ആ ഡയറി എഴുതുന്ന രൂപത്തിലുള്ള മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗമാണ്. അതൊക്കെ ലൈവുകളിലൂടെയും ഇനിയുള്ള കോണ്ടന്റ് വീഡിയോസിലൂടെ ഒക്കെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും ലൈവിലൂടെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേടിക്കണ്ട. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് അവശേഷിക്കുന്ന മറ്റൊരു പാഠഭാഗമാണ് ഹാത്തിയോങ്കി രഹ് ഗുസർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം. ആനകൾ ജീവിക്കുന്നു. ഹാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് അറിയാലോ എന്താ ഹാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആനയാണ് ഹാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ? ഘടനാവർണ്ണൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സംഭവത്തെ കുറിച്ച് എന്ത് ചെയ്യാണ്, വർണ്ണിക്കുന്നതിനെയാണ് ഘടനാവർണ്ണൻ എന്ന് പറയാം. ഒരു സംഭവം, ഒരു ടോപ്പിക്, ഒരു വിഷയം എന്തോ ആയിക്കോട്ടെ, ആ സംഭവത്തെ കുറിച്ച് വർണ്ണിച്ച് പറയുന്നതാണ്. അപ്പൊ ഇത് 2022-ലുണ്ടായ ഒരു സംഭവമാണ് എന്ത് ചെയ്യുന്നത്, ഹാത്തിയോങ്കി രഹ് ഗുസർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഠം. ഒരു ക്യാമറ ബേസ് ചെയ്ത് അതിൽ പകർത്തിയ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അപ്പൊ ഒരു സംഭവത്തെ കുറിച്ച് വർണ്ണിക്കുന്നതാണ് എന്ന് നമുക്ക് പറഞ്ഞു. അപ്പൊ ഈ ഹാത്തിയോങ്കി രഹ് ഗുസർ എന്നുള്ള ഈ പാഠഭാഗം നമ്മൾ പറയുമ്പോൾ നമുക്ക് അതൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വരും. എന്താണ്, എന്തിനെ കുറിച്ചാണ് വർണ്ണിക്കുന്നത്? അപ്പൊ ഓൾറെഡി ഹാത്തി എന്നുള്ളത് ഹാത്തിയോങ്കി രഹ് ഗുസർ, ആനകൾ എന്ത് ചെയ്യാണ്, ജീവിക്കുകയാണ്. എല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എല്ലാവർക്കും അവരവരുടെ രീതിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം.
അപ്പം മൃഗങ്ങൾക്കായാലും പക്ഷികൾക്കായാലും മനുഷ്യന്മാർക്കായാലും ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഫ്രീഡം ഉണ്ട് എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അതൊക്കെ നമുക്കറിയാമെന്നുള്ളത്. അപ്പൊ ഹാത്തിയോം കി രഹ് ഗുസർ, ആനകൾ ജീവിക്കുന്നു എന്ന് പറയുന്ന ഘടനാവർണ്ണൻ. ഒരിക്കൽ കൂടി പറയാം, ഘടനാവർണ്ണൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സംഭവത്തെ കുറിച്ച് വർണ്ണിക്കുന്നതിനെയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് നോക്കാം, ഇത് എഴുതിയ ഒരാളുണ്ടാവുമല്ലോ. അപ്പൊ ഇത് ഘടനാവർണ്ണനാണ്. മാഷി പറഞ്ഞു ഓരോ ചാപ്റ്ററിന്റെ മുകളിലും അത് എന്താണെന്നുള്ളത് ഉണ്ടാവും, ഘടനാവർണ്ണൻ അല്ലെ. അപ്പൊ ഹാത്തിയോം കി രഹ് ഗുസർ യാദവേന്ദ്രയാണ്. യാദവേന്ദ്ര എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയ ആളാണ് യാദവേന്ദ്ര. അദ്ദേഹത്തിന്റെ ജനനം 13 ഒക്ടോബർ 1957 അപ്പൊ യാദവേന്ദ്ര കാ ജന്മ ബീഹാർ മേ ഹുവാ അല്ലെ, അദ്ദേഹം ബീഹാറിലാണ് ജനിച്ചത്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് നമ്മളോട് ചോദിക്കൂല. പക്ഷേ നമുക്ക് ഹാത്തിയോം കി രഹ് ഗുസർ കിസ് വിധ കി രചന ഹേ, ഏത് വിധത്തിലുള്ള രചനയാണ്. അപ്പൊ നമ്മൾ ഘടനാവർണ്ണൻ നമ്മൾ പറയണം. കിസ്കി രചന ഹേ, ആരുടെ രചനയാണ് എന്ന് ചോദിച്ചാൽ അവിടെയാണ് നമ്മൾ ഈ പേര് ഓർത്തു വെക്കേണ്ടത്. യാദവേന്ദ്ര എന്നുള്ള ഈ ഒരു പേര് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തു വെക്കണം. ഓക്കെ, അപ്പൊ ഈ 2 പാഠഭാഗങ്ങളാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ. അപ്പൊ നമുക്കറിയാം നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ഓൾറെഡി ഈ പാഠഭാഗം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്ന് പറയുന്ന നമ്മുടെ 5ാമത്തെ യൂണിറ്റിലെ ഡയറി ആയിട്ടുള്ള ജസിന്ത കെർഗേട്ടയുടെ മനോഹരമായിട്ടുള്ള ഈ ചാപ്റ്റർ നമ്മൾ തുടങ്ങി കഴിയാനായി. അപ്പോൾ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്ത മക്കൾക്കറിയാം. അപ്പോൾ എൻ്റെ മക്കൾക്കറിയാം ഇന്ന് 9-ാം തീയതിയാണ്. നാളെ കൂടി നമ്മുടെ സ്മാർട്ട് വാച്ച് കരസ്ഥമാക്കാനുള്ള അവഞ്ചേഴ്സ് എൻഡ് ഗെയിം ബാച്ച് പർച്ചേസ് ചെയ്യാനുള്ള അവസരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ താഴെ കാണുന്ന ഈ സ്ക്രോളിൽ എന്ത് ചെയ്യാം, എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ അഡ്മിഷൻ ആരെങ്കിലും എടുക്കാത്തുണ്ടെങ്കിൽ ഉറപ്പുവരുത്തുക. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് റിവിഷൻ ക്ലാസ് മുഴുവൻ 1ാമത്തെ യൂണിറ്റിലെ 10 ചാപ്റ്റർ ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ 10 ചാപ്റ്റർ അതിൽ റിവിഷൻ ചെയ്യും, പരീക്ഷ നടത്തും. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവും ഈ 2 മാസത്തിനുള്ളിൽ. അപ്പോൾ നമുക്ക് മിസ്സായ പാഠഭാഗങ്ങളും നമ്മൾ മറന്നു പോയതൊക്കെ റിവൈൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ അവഞ്ചേഴ്സ് ബാച്ചിലുള്ള മക്കൾക്ക് ഈ ഒരു ബാച്ച് തികച്ചും ഫ്രീ ആയിട്ട് ആക്സസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഈ 2 പാഠഭാഗങ്ങളാണ് ഇത് പഠിക്കാനുള്ളത് എന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്കറിയാം, ഒരിക്കൽ കൂടി ആ പാഠഭാഗം നോക്കാം നമുക്ക്. ഒന്ന് പ്രേം കെ സിവ ഓർ കുച്ച് നഹി എന്ന് പറയുന്ന ജസിന്ത കെർഗേട്ടയുടെ മനോഹരമായിട്ടുള്ള ഒരു ഡയറി. അതേപോലെ പിന്നെ നമുക്ക് അവസാനമായിട്ട് വരുന്ന ഒരു പാഠഭാഗമാണ് ഹാത്തിയോം കി രഹ് ഗുസർ എന്ന് പറയുന്ന ഒരു ഘടനാവർണ്ണൻ, ഒരു സംഭവത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പാഠഭാഗം. യാദവേന്ദ്രയാണ് അത് എഴുതിയിട്ടുള്ളത്. ഈ 2 പാഠഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണോ. അപ്പോൾ ഈ 2 പാഠഭാഗങ്ങളും അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. ഇനിയുള്ള വീഡിയോസിലൊക്കെ ഈ ചാപ്റ്റേഴ്സുമായി ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വീഡിയോയും ലൈവുകളൊക്കെ വരുന്നത്. അപ്പോൾ എല്ലാ മക്കളും കൃത്യമായിട്ട് നമ്മുടെ ലൈവുകളിലും കോണ്ടന്റ് വീഡിയോസിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ ഇനി നിങ്ങളുടെ മുന്നിലുള്ള ഒരു മത്സര പരീക്ഷ USS പരീക്ഷ വരുന്നുണ്ട്. അതിനാവശ്യമായ വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മുടെ ഈ ചാനൽ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ ചാനലൊക്കെ കൃത്യമായി എല്ലാ മക്കളും എന്ത് ചെയ്യുക, എല്ലാ ദിവസവും ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. അപ്പോൾ ओके अल्ले, എല്ലാ മക്കൾക്കും വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. അഗला वीडियो में सर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.